ഹലോ ഫ്രണ്ട്സ്, ഇസ് വി സംഗീത്. ക്രിയേറ്റീവ് ചിന്തകൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ +1 അലോട്ട്മെൻ്റ് എല്ലാം നടക്കുവാണ്. അപ്പോൾ അവർക്ക് 10ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ സ്കൂളുകളിലൊന്നും 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓൺലൈനായിട്ട് ഡിജിറ്റൽ ഫോമിലുള്ളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാമെന്നുള്ളതും 10 മാത്രമല്ല കേട്ടോ, +2 സർട്ടിഫിക്കറ്റ് നമുക്ക് അതിൽ നിന്ന് ഡിജിറ്റൽ ഫോമിലാക്കി നമുക്ക് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് എടുക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബ്രൗസിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡിജി ലോക്കർ വരും. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് DigiLocker.gov.in എന്ന് പറയുന്നതാണ് അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിജി ലോക്കർ എന്ന് ആദ്യം കാണുന്ന ഓപ്ഷനിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് നമ്മൾ സൈനപ്പാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു പ്രൊഫൈലാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ സൈനപ്പാണ് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ടത് നമ്മൾ ആധാറിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതുകൂടാതെ നമ്മുടെ സെക്സ്, മൊബൈൽ നമ്പർ, പിന്നെ 6 ഡിജിറ്റ് പിൻ നമ്പർ. അതായത് നമ്മൾ ഈ പിൻ നമ്പർ ഒരിക്കലും മറന്നു പോകരുത്. കാരണം നമ്മളിപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും ഇതായിരിക്കും അതിൻ്റെ പിൻ എന്ന് പറയുന്നത്. അതുകൂടാതെ മെയിൽ ID, ആധാർ നമ്പർ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുന്ന ടൈമിൽ നമുക്കൊരു OTP വരും ഫോണിൽ. അത് വെച്ച് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളെ യൂസർ നെയിമാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പ്രോപ്പറായിട്ടുള്ള ഒരു യൂസർ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ യൂസർ നെയിം എന്താണോ അത് ക്രിയേറ്റ് ചെയ്യുക. യൂസർ നെയിമും 6 ഡിജിറ്റ് പിന്നും ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം അവൈലബിൾ ആണെങ്കിൽ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ യൂസർ നെയിം സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറയുന്നതായിരിക്കും വരുന്നത്. അതിൻ്റെ ബേക്കിൽ തന്നെ തൊട്ട അടുത്ത പേജിലോട്ട് നമ്മൾ പോകും. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഇഷ്യൂ ഡോക്യുമെൻറ്റ്സ്, ബ്രൗസിംഗ് ഡോക്യുമെൻറ്റ്സ്, മൈ പ്രൊഫൈൽ, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എന്ത് ഡോക്യുമെൻറ്റ്സും ഒരു ഡിജിറ്റൽ ഫോമിലാക്കി നമുക്കിവിടെ സൂക്ഷിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ 10ാം ക്ലാസ്സാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ബ്രൗസിംഗ് ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് സെർച്ചിൽ കേരള എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. കേരള സെർച്ച് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്കതിനകത്ത് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന 10th സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഓൾറെഡി അതിനകത്ത് കാണും. അത് കഴിഞ്ഞ് നമ്മുടെ രജിസ്റ്റർ നമ്പറും ഇയർ ഓഫ് പാസ്, നമ്മൾ ഏത് വർഷമാണോ പാസ്സായത്, 2021 ആണെങ്കിൽ 2021 ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ഗെറ്റ് ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലോഡിങ് ആവുന്നുണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡിജി ലോക്കർ തന്നെ അത് സേഫ് ആയിട്ടിരിക്കും. നമുക്ക് ആവശ്യമനുസരിച്ചും പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് എവിടെയും സബ്മിറ്റ് ചെയ്യാം. കാര്യം ഇതൊരു വെരിഫൈഡ് ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, നമ്മളിതിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്തോട്ടേക്കും വരുന്നത്. ഞാൻ നിലവിൽ 10ാം ക്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് 10th മാത്രം വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഡിജി ലോക്കറിനകത്ത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മൾ വെഹിക്കിൾ രജിസ്ട്രേഷൻ, റേഷൻ കാർഡ്, നമ്മളെ +2 സർട്ടിഫിക്കറ്റ്, അതുകൂടാതെ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ഡിജിറ്റൽ ഫോമിലാക്കി നമ്മളെ ഈ ഡിജിറ്റൽ വാലറ്റിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആപ്പ് വഴി എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഡിജി ലോക്കർ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രൊഫൈലിലോട്ടാണ് പോകുന്നത്. അതിനകത്ത് സെക്ടേഴ്സ് തിരിക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതിനകത്തുനിന്ന് 3rd ഓപ്ഷനായ എഡ്യൂക്കേഷണൽ എന്ന് പറയുന്നത് അതിന് ക്ലിക്ക് ചെയ്യാനുള്ള. അതിനെ വ്യൂ ആൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന ടൈമിൽ നമ്മളെ +2ൻ്റെയും ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും ലിസ്റ്റ് അതിനകത്ത് വരും. അതിനകത്ത് നമ്മൾ എടുക്കേണ്ടത് ബോർഡ് ഓഫ്, ഇത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയാണ് വന്നിരിക്കുന്നത്. ഇത് ഹയർ സെക്കൻഡറിയുടെ. നമുക്ക് വേണ്ടത് കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ. അത് 10ാം ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ഇയർ ഓഫ് പാസും രജിസ്റ്റർ നമ്പറും ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2016 തൊട്ട് 21 വരെയുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് ഡിജി ലോക്കറിൽ അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ആധാറും എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും ഇതിനകത്ത് ഡിജി ലോക്കറിൽ സേഫ് ആക്കി ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ആധാറാണ്. അപ്പോൾ ആധാർ ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. അതുകൂടാതെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ കാണിച്ചു തരാം. ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്.
ഇത് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട്, ഒരു വാലിഡ് പ്രൂഫാണെന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. നമ്മുടെ മാത്രമല്ല, നമ്മുടെ പേരിലെടുത്തിരിക്കുന്ന വണ്ടിയുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്കിതിനകത്ത് ഡിജി ലോക്കിയാക്കി വയ്ക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.